സദസ്സിൽ സന്നിഹിതരായ നമ്മയൊക്കെ ഖുർആൻ എങ്ങനെ ആകർഷിച്ചു എന്ന് ചോദിച്ചാൽ ഖുർആന്റെ അർത്ഥം എല്ലാവർക്കും ഒന്നും അറിയില്ല. ഇന്നലെ മഗ്രിബിന് ഒരു സഹോദരൻ നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ആ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ പാരായണം ഭംഗിയുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ മാർക്കിടണം. ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്തിരുന്നു. അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്യാണ്. അതിന്റെ ഇടയിൽ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഞാൻ ഒരു വചനത്തിന്റെ അർത്ഥം അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് അത് കേൾക്കുന്നതിലല്ല അയാൾക്ക് താല്പര്യം. അയാൾക്ക് അതിന്റെ അടുത്തുള്ള ഭാഗം വളരെ ഈണത്തോടുകൂടി ഓതാനുള്ള ആവേശമാണ് അയാൾക്ക്. സാധാരണക്കാരൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അവന്റെ ജീവനാണ്. അവന് അത് സംഗീതമാണ്. അവന് മറ്റേതെങ്കിലും ഒരു സംഗീതം അവന്റെ മുൻപിൽ നിങ്ങൾ കേൾപ്പിച്ചാൽ ഖുർആനിനെയാണ് അവൻ തെരഞ്ഞെടുക്കുക. അവനൊരു ഓപ്ഷൻ നൽകിയാൽ ഖുർആനിനെയാണ് അവൻ അംഗീകരിക്കുക. അപ്പോൾ സമൂഹത്തിലെ രണ്ട് വിഭാഗത്തെയും സ്വാധീനിക്കുവാൻ കഴിഞ്ഞ ഒരു വേദഗ്രന്ഥം എന്നതാണ് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഖുർആൻ വന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ മദ്യത്തിന്റെ അടിമയായിരുന്നു. മദ്യം സാർവത്രികമായിരുന്നു. മദ്യം എവിടെയുണ്ടോ അത് കിട്ടുന്നതിന് വേണ്ടി മനുഷ്യൻ എത്രയും എന്ത് വില കൊടുത്തും സഞ്ചരിക്കാൻ തയ്യാറുള്ളൊരു കാലഘട്ടമായിരുന്നു. കവിതകൾക്ക് അന്ന് വലിയ അംഗീകാരമായിരുന്നു. ആ കവിതകളുടെയും മദ്യത്തിന്റെയും ലഹരിയിൽ മുക്തമായി കിടക്കുന്ന അതിൽ പൂർണ്ണമായി മുഴുകിയ ഒരു സമൂഹത്തെയാണ് ഖുർആൻ പരിപൂർണമായി ആ മേഖലയിൽ നിന്ന് പറിച്ചെടുത്ത് ഒരു പുതിയ ദർശനത്തിന്റെ വാക്താക്കളായി ഒരു ജനതയെ വാർത്തെടുത്തത് എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകാൻ പാടില്ല. നമുക്കറിയാം, കഅബ് ഇബ്നു സുഹൈർ അദ്ദേഹം സാഹിത്യകാരനാണ്, കവിയാണ്. ഇന്നും അറബ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചറുകളായി അറിയപ്പെടുന്ന ബാനത്ത് സുആദ് എന്ന കവിതാ സമാഹാരത്തിന്റെ കർത്താവാണ് കഅബ് ഇബ്നു സുഹൈർ. അദ്ദേഹം അറേബ്യയിൽ ധാരാളം കവിതകൾ രചിക്കുകയും ആ കവിതകൾ രചിക്കുമ്പോൾ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഖുർആനിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അടുത്തറിയാൻ കഴിയാത്ത കാരണത്തിന്റെ പേരിൽ തന്റെ കവിതയെ വല്ലാതെ താലോലിച്ച് ഖുർആനെ വിമർശിക്കുകയായിരുന്നു. പക്ഷേ ഖുർആനുമായി അടുക്കാൻ കഴിഞ്ഞപ്പോൾ കഅബ് ഇബ്നു സുഹൈറിന്റെ നിലപാടിൽ മാറ്റം വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ കാണാൻ വരുന്നു. മദീനയിൽ പ്രവാചകന്റെ സമീപത്തേക്ക് വന്ന് അവസാനം ഇന്നർ റസൂല ലസൈഫുൻ യുഫ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ആ കവിത ആലപിച്ചുകൊണ്ട് ഖുർആന്റെ മഹത്വങ്ങൾ അംഗീകരിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം പരിപൂർണമായി സ്വീകരിച്ച് ഇസ്ലാമിൽ കടന്നു വരികയും ചെയ്തു. അപ്പോൾ കവിതകളെക്കാൾ സാധാരണക്കാരെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ശാസ്ത്രലോകത്ത് ഉയർന്ന നിലവാരം ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്താപരമായി അവരെ പരിപൂർണമായി കീഴടക്കുവാൻ ഖുർആന് സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്രത്യേകതകളും ഉള്ളപ്പോൾ തന്നെ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കണം. ഇസ്ലാം ഒരു സംസ്കാരമാണ്. ഇസ്ലാമിനെ കൈയൊഴിച്ചുകൊണ്ടുള്ള ഒരു നിമിഷം ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അത് പടച്ച തമ്പുരാനും മനുഷ്യനും തമ്മിലുള്ള സ്വകാര്യമായ ഇടപാടുകളെ എത്ര പ്രാധാന്യത്തോടെ കാണുന്നുവോ അതേ പ്രാധാന്യത്തോടെ മനുഷ്യനും തമ്മിൽ, മനുഷ്യനും സമൂഹവും തമ്മിൽ, മനുഷ്യനും രാഷ്ട്രവും തമ്മിൽ, മനുഷ്യനും ഇതര ജന്തുക്കളും തമ്മിൽ, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉള്ള ബന്ധത്തെയും ഊട്ടി ഉറപ്പിക്കുകയാണ്. ഇസ്ലാം ഉൾക്കൊള്ളുന്ന, ഖുർആൻ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന്റെ ജീവിതം ഒരിക്കലും തന്നെ വഴിയാധാരമാവുകയില്ല. ഞാനും എൻ്റെ സൃഷ്ടാവായ പടച്ചവനും തമ്മിൽ വലിയ ബന്ധമാണ്. ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിസ്കരിക്കാത്തത്. നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് യാതൊരു അച്ചടക്കവും ഇല്ലാത്തത്? നിന്റെ കുടുംബത്തെ നീ എന്താണ് ശ്രദ്ധിക്കാത്തത്? നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ എന്താണ് ആഹാരം നൽകാത്തത്? നിന്റെ വ്യവഹാരങ്ങളിൽ എന്താണ് നീ നീതി പുലർത്താത്തത് എന്ന് ഒരു മുസ്ലിമിനോട് ഒരാൾ ചോദിക്കുമ്പോൾ
ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല, ഞാൻ ദൈവത്തെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, വ്യക്തികളെയും സമൂഹത്തെയും ഞാൻ പരിഗണിക്കാറില്ല എന്നൊരു മറുപടി ഒരു ഇസ്ലാമിക സമൂഹത്തിലെ ഒരംഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം ഇസ്ലാം ഒരു കൾച്ചറാണ്. മോഹൻജദാരോ ഹാരപ്പ കൾച്ചറാണ്. കൺഫ്യൂഷ്യസിന്റെ കൾച്ചർ നമുക്ക് പരിചയമുള്ളതാണ്. മെസപ്പൊട്ടോമിയൻ കൾച്ചർ നമുക്ക് പരിചയമുള്ളതാണ്. റഷ്യൻ കൾച്ചറും ചൈനീസ് കൾച്ചറും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ച് ഇന്ത്യക്കാരായ നമുക്ക് കൂടുതൽ അറിയാം. എന്നാൽ സംസ്കാരം എന്ന പേരിൽ, കൾച്ചറുകൾ എന്ന പേരിൽ ലോകത്ത് ഏതെല്ലാം സംസ്കാരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുവോ ആ സംസ്കാരങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ചൂഴ്ന്നിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരത്തെ സംബന്ധിച്ച് ചരിത്രത്തിലെ ചില അവശിഷ്ടങ്ങൾ ഗവേഷണം നടത്തിയിട്ടാണല്ലോ ആ ഒരു കൾച്ചർ നാം കണ്ടെത്തിയത്. കുറെ അടുപ്പിൻ കല്ലും കുറെ ഓവുചാലുകൾക്ക് വേണ്ടി കീറിയ ഭാഗങ്ങളും സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടെടുക്കുകയുണ്ടായി. അത് കണ്ടെടുത്തുകൊണ്ട് ചരിത്രകാരന്മാർ പറഞ്ഞു, BC 2000 മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു നല്ല കൾച്ചർ നിലനിന്നിരുന്നു. അന്നത്തെ മനുഷ്യൻ വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകുന്നതിന് പ്രത്യേകമായ ചാലുകൾ കീറിയിരുന്നു. അതുകൊണ്ട് അതൊരു കൾച്ചറാണ് എന്ന് കണ്ടെത്തുകയാണ്. ഞാൻ പറയട്ടെ, ഒരു ഓവുചാൽ രൂപപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവുമായോ? ഇല്ല.